ഹബീബി ഇന്ന് നമ്മുടെ KPL സീസൺ 3 ഫൈനലാണ് കേട്ടോ. കൃഷ്ണപുരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലത്തെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ കാണാൻ ഇത്രയധികം ആൾക്കാർ ഒത്തുകൂടണമെങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ആ കാരണം. വളിവിട്ട് വന്നതാ, നാട്ടുകാരെ പറയിപ്പിച്ച് വളിവിട്ട് വന്നതാ, നൂറോട്ട് കൂടെ പോകുവിട്ട് വളിവിട്ട് വന്നതാ, ചാപ്പി പോലെ നടന്നിട്ട് വളിവിട്ട് വന്നതാ, നാട്ടുകാരെ പറയിപ്പിച്ച് വളിവിട്ട് വന്നതാ, നൂറോട്ട് കൂടെ പോകുവിട്ട് വളിവിട്ട് വന്നതാ. സൂപ്പർ സ്റ്റാർ AJP വന്നതും കൃഷ്ണപുരം കത്തിന്നല്ല കത്തിച്ചു എന്ന് വേണം പറയാൻ. ഇതുപോലത്തെ പാട്ടൊക്കെ പാടി പിന്നെ എങ്ങനെ കത്താണ്ടിരിക്കുക. സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് നടക്കുന്ന ഇവനൊക്കെ എന്തിനാണ് ഫുട്ബോൾ പോലത്തെ ഒരു ഇവന്റിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചതെന്ന് നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് കേട്ടോ. ഫുട്ബോളിനൊക്കെ പറ്റിയിട്ടാണ് തന്നെ ഭയങ്കര അറിവാണ്. ഏതാ ഫേവറേറ്റ് ടീം? ഏതാ മെസ്സിയാ? ഫേവറേറ്റ് ടീം മെസ്സി. ഫുട്ബോളിനൊക്കെ പറ്റി ഇത്ര അധികം അറിവുള്ള ഇവനൊക്കെ അടുത്ത കായിക മന്ത്രി ആവണം എന്നാണ് കേട്ടോ ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം. പിന്നെ എല്ലാരും കൂടി മോട്ടറാക്കി ചെക്കനെ കൊണ്ട് ഒരു പെനാൽറ്റി അങ്ങോട്ട് അടുപ്പിച്ച്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരൊറ്റ ഫ്രെയിമിൽ 2 സൈഡ് ബാറ്ററികൾ പരസ്പരം സംസാരിക്കുന്നതാണ് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ പഞ്ചായത്തിലത്തെ AJP ഞാനാണ്. അങ്ങനെ ആ ചങ്ങാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ സീസൺ 3 അവസാനത്തെ റൗണ്ട് അങ്ങോട്ട് പൂർത്തിയാക്കിയിട്ട. 1ാം സ്ഥാനക്കാരായത് FC കാളത്തോടും 2ാം സ്ഥാനം ബൊക്ക ജൂനിയേഴ്സിനും 3rd പ്രൈസ് നമ്മുടെ ഫാസ് FCക്കും കിട്ടിയിട്ട്. ഈ സീസണിലത്തെ മികച്ച ഗോളിക്കുള്ള അവാർഡ്, പ്ലെയർക്കുള്ള അവാർഡ്, മികച്ച ഡിഫൻഡർക്കുള്ള അവാർഡ്, അങ്ങനെ നിരവധി മൂവ്മെന്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൂടെ മനോഹരമായി വ്ലോഗ് ചെയ്ത പ്രശസ്ത വ്ലോഗർ സ്വാലിഹിനുള്ള മൊമെന്റോ നൽകുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്തതിന് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ട. പക്ഷെ ഞാനടക്കം കൃഷ്ണപുരത്തുള്ള ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കും അഡിൻ ജോസ് വരെയും എന്തിനാണ് ഇതുപോലുള്ള അവാർഡുകൾ തന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ്.